ഹായ് നമസ്കാരം. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കീ ടേംസ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ടേംസുകളും കൺസെപ്റ്റുകളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ടേമാണ് SIP എന്ന് പറയുന്ന ടേം. SIP എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം വരുന്നത്, SIP. രണ്ടാമത് ഉപയോഗിക്കാറുള്ള ടേമാണ് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നമ്മൾ സാധാരണ ഉപയോഗിക്കാനുള്ള പ്ലാൻ നെയിമാണ് STP, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. ഈ മൂന്ന് ടേമുകളും നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് SIP എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയി വിഡ്രോവൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. കണ്ടിന്യൂസ് ട്രാൻസ്ഫർ പ്ലാൻ ഉണ്ട്. ഒരു പ്ലാനിൽ നിന്ന് ഒരു ഫണ്ടിൽ നിന്ന് വേറെ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ, അതായത് STP. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന എക്സ്പെൻസ് റേഷ്യോ, നമ്മൾ ഒരു ഫണ്ടിൽ എന്തായാലും എക്സ്പെൻസസ് ഇൻവോൾവ്ഡ് ആയിരിക്കും. അതിന് നമ്മൾ പറയുന്നത് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സിറ്റ് ലോഡ്, അതിന് നമ്മളൊരു ഫണ്ടിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ റിഡംഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ചാർജസ് വരും, അതിന് എക്സിറ്റ് ലോഡ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ആ ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ടോട്ടൽ AUM എന്ന് പറഞ്ഞ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ AMC എത്ര എമൗണ്ട്, ഇത്ര ടോട്ടൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്ത മൊത്തം എമൗണ്ട് എത്രയാണെന്ന് അറിയുന്നതാണ് AUM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസ്കോമീറ്റർ, റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു അളവുകോലാണ് റിസ്കോമീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ള ടേമുകൾ. ഓക്കെ, എന്താണ് SIP എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ SIP എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം വരുന്നത്. ഇതെന്താണ്? ഒരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. ഒരു പ്രത്യേക തരത്തിൽ, അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് റെഗുലർലി ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി. ഒരു ഫിക്സഡ് എമൗണ്ട് റെഗുലർലി ഇൻവെസ്റ്റ് ചെയ്ത്, അത് മന്ത്ലി ആയിരിക്കാം, വീക്ക്ലി ആയിരിക്കാം, ഡെയിലി ആയിരിക്കാം, ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ്. ഓക്കെ, ഇൻ മ്യൂച്വൽ ഫണ്ടിൽ മന്ത്ലി ഓർ വീക്ക്ലി ഡെയിലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റത്തിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്. നമ്മൾ സാധാരണക്കാരായ നിക്ഷേപകർ, ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളിപ്പോഴും ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവരെ എമൗണ്ട് നമ്മൾ സാധാരണ ആഴ്ചകളിലും മാസങ്ങളിലും ഡെയിലിയോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് പണ്ട് നാട്ടുപുറങ്ങളിലുണ്ടായിരുന്നു. ഇതേ പാറ്റേണിൽ കൊണ്ടുവരുന്ന രൂപത്തിലാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. സ്മോൾ ഓർ ഫിക്സ്ഡ് എമൗണ്ട്, സ്മോൾ ആയിരിക്കാം, 500 രൂപ മുതൽ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. 500 1000 രൂപയോ വെച്ച് എമൗണ്ട് തുടങ്ങുന്ന ഒരു എമൗണ്ട്, അത് നമുക്കിപ്പോൾ മന്ത്ലി ആയിരിക്കാം, വീക്കിലി ആയിരിക്കാം, ക്വാർട്ടർലി ആയിരിക്കാം. നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് ആ ചൂസിങ് മെത്തേഡിൽ അനുസരിച്ച് നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ് റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇത് നമുക്കറിയാം, ഇക്വിറ്റി ഫണ്ടുകളാണെങ്കിലും ഡെപ്റ്റ് ഫണ്ടുകളാണെങ്കിലും ഹൈബ്രിഡ് ഫണ്ടുകളാണെങ്കിലും നമുക്ക് മാർക്കറ്റിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയും വേരിയൻസിനനുസരിച്ച് നമ്മുടെ യൂണിറ്റ് പ്രൈസ് മാറുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇക്വിറ്റിയിൽ, എസ്പെഷ്യലി ഇക്വിറ്റിയിലൊക്കെ നമുക്ക് നല്ല വേരിയേഷൻസ് വരുമ്പോൾ, ഇവിടെ നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത് യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എന്നല്ല നമ്മൾ പറയുക, യൂണിറ്റ് ഹോൾഡേഴ്സ് ആണെന്നാണ് പറയുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ യൂണിറ്റ് ഹോൾഡേഴ്സാണ്. എത്ര യൂണിറ്റ് നമ്മൾ കയ്യിൽ വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രയോളം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള യൂണിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ യൂണിറ്റ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ ഈ യൂണിറ്റ് പ്രൈസിലും വ്യത്യാസം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചുള്ള യൂണിറ്റുകൾ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ, പ്രൈസ് ഇറങ്ങുകയാണെങ്കിൽ, NAV ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ യൂണിറ്റ് കിട്ടുകയും NAV കൂടുകയാണെങ്കിൽ കുറവ് യൂണിറ്റുകളും കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് കോസ്റ്റിനെ ആവറേജ് ചെയ്യാന്നുള്ള ഒരു അവസ്ഥയും കൂടിയും റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ഇതിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഡിസിപ്ലിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി വർക്കൗട്ട് ആവും. നമ്മൾ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ കൂടുതലും ഒരു ഡിസിപ്ലിൻ സ്റ്റൈലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും.
അതൊരുപാട് നമുക്ക് എന്താ പറയുക, ഇമോഷണലി നമ്മൾ ഇപ്പോൾ എന്താ പറയുക മാർക്കറ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിറ്റ് പോകണം എന്നുള്ള ചിന്താഗതിയൊക്കെ നമുക്ക് കുറയും. കാരണം നമ്മൾ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരക്കാർക്ക് അത് ഹൈ റിട്ടേൺസും ക്യാപിറ്റൽ അപ്രീസിയേഷനും കൂടാനായിട്ടുള്ള സാധ്യതകളും കൂടുമെന്നുള്ളതാണ് ഈ പറയുന്ന SIPയുടെ ഏറ്റവും വലിയ ഗുണം. കാരണം ചെറിയൊരു എമൗണ്ടാണ്, നമുക്ക് അത്രയധികം ആവശ്യമില്ലാത്ത ഒരു എമൗണ്ടാണ് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം അത്രയും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യുക, റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല. മാത്രമല്ല അത് കയറി നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ വരുമ്പോൾ അത് റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിലേക്ക് പോവുകയും നമ്മുടെ ഡിസിപ്ലിൻ കൂടുകയും ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ്സ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതാണ് SIPയുടെ ഒരു ഗുണം. അപ്പോൾ എന്താണ് SIPയുടെ മറ്റു ബെനിഫിറ്റ്സ് എന്താണ്? അത് അഫോർഡബിൾ ആണ്. കാരണം നമുക്ക് 500 രൂപ മുതൽ തുടങ്ങാം. മാസം 500 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് 500 രൂപ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ 500 രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ മാർക്കറ്റ് വോളറ്റാലിറ്റി അഡ്വാൻറ്റേജ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വോളറ്റാലിറ്റി എന്ന് പറയുമ്പോൾ മാർക്കറ്റിൻ്റെ പ്രൈസ് വേരിയേഷൻസ് ആണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫണ്ടിൻ്റെ വാല്യൂ 15 ആയിരുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അടുത്ത മാസമായപ്പോഴേക്കും അത് 12 ആയി. അപ്പോൾ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞപ്പോൾ നമ്മുടെ ഫണ്ട് വാല്യൂ കുറഞ്ഞു എന്നാണ് അർത്ഥം. ഓട്ടോമാറ്റിക്കലി SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ 12 രൂപയാകുമ്പോൾ അയാൾ വീണ്ടും വാങ്ങുന്നത് യൂണിറ്റ് തന്നെയാണ്. സോ അയാൾക്ക് 15 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്ത യൂണിറ്റിനേക്കാൾ കൂടുതൽ 12 രൂപയിൽ അയാൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആളുടെ യൂണിറ്റിൻ്റെ എണ്ണം കൂടുന്നു. ഇനി NAV 15 ഉള്ളത് 20 ആകുമ്പോൾ യൂണിറ്റ് കുറയുന്നുണ്ട്, അടുത്ത പർച്ചേസിൽ യൂണിറ്റ് കുറയും. പക്ഷേ ഓവറോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ കൂടുകയാണ്. ഇതാണ് SIPയിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് ഇടിഞ്ഞാലും മാർക്കറ്റ് കയറിയാലും ഇൻവെസ്റ്റേഴ്സിന് ഗുണം കിട്ടുന്ന രീതിയിലാണ് SIP വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് SIP നല്ലൊരു ഓപ്ഷനാണ്. ഇത് ലോങ് ടേം വെൽത്ത് ക്രിയേഷനാണ് SIP എന്ന് പറയുന്നത്. ലൈക്ക് റിട്ടയർമെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹൗസ്, അങ്ങനെയൊക്കെ റിട്ടയർമെൻറ്റ് ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ പഠനം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഉന്നത കോഴ്സുകൾക്ക് മക്കളെ അയക്കണം എന്നുള്ള അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന SIP നല്ലൊരു ഓപ്ഷനാണ്. കൺവീനിയൻ്റ് ആൻഡ് ഓട്ടോ ഡെബിറ്റ്, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന SIPയിൽ വർക്കൗട്ട് ആവുന്നത്. നമ്മുടെ ബാങ്കിൽ നിന്ന് ഇനാച്ച് മുഖേന, അതായത് ഒരു ഇനാച്ച് മുഖേന നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഈ സംഭവം ഫണ്ടിലേക്ക് എല്ലാ മാസവും കൃത്യ ഡേറ്റിൽ ഇത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ നിന്ന് ഡെബിറ്റ് ആയിരിക്കുന്നതാണ്. ഡിസിപ്ലിൻ ഹാബിറ്റാണ്. SIP എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു 5000 രൂപ എവറി മന്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 വർഷത്തേക്ക് SIP ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. 10 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 5000, 10 വർഷം എന്ന് പറയുമ്പോൾ എത്ര മാസമാണ്? 120 മാസമാണ് അല്ലേ, 120 മന്ത്സ്. അപ്പോൾ 5000 ഇൻറ്റു 120 മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏവറേജ് ഒരു 12% ആനുവൽ റിട്ടേണിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 11,61,695 നമുക്ക് ഇൻകം വരുന്നുണ്ട്. ടോട്ടൽ ക്യാപിറ്റൽ അപ്രീസിയേഷനാണ് പറയുന്നത്. ആവറേജ് റേറ്റ് ഓഫ് 12% പെർ ആനം വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 11,61,695 രൂപ വരും. അപ്പോൾ 5000 എന്ന് പറയുന്ന മാസത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എമൗണ്ട് നോക്കുമ്പോൾ ഒരു ദിവസം ശരിക്കും പറയുകയാണെങ്കിൽ 150-200 രൂപയുടെ താഴെ വരുന്നുള്ളൂ. 150-200 രൂപയുടെ ഇടയിൽ ദിവസം ഒന്ന് മാറ്റി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 വർഷം കഴിയുമ്പോഴേക്കും ഈ എമൗണ്ട് 11 ലക്ഷം രൂപ. അപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ മകളുടെ കല്യാണം വരുന്നുണ്ട്, അല്ലെങ്കിൽ മക്കളുടെ ഹയർ എഡ്യൂക്കേഷൻ വിടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ മാറ്റിവെക്കാവുന്നതാണ്. ഇതാർക്കാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറീഡ് ഇൻഡിവിജ്വൽസ്, ലോങ് ടേം ഗോൾസ്, 5 വർഷത്തിന് മീതെ ഉള്ള ഗോൾ സെറ്റ് ചെയ്ത ആളുകൾക്ക്, അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകൾ, പുതുതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള
പദ്ധതിയാണ് ഈ പറയുന്ന SIP. എന്താണ് SWP? SWP നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് വിഡ്രോൾ പ്ലാൻ എന്നാണ് SWPയുടെ ഫുൾ നെയിം വരുന്നത്. എന്താണ് പറയുന്നത്? എ ഫെസിലിറ്റി ദാറ്റ് അലൗസ് ഇൻവെസ്റ്റേഴ്സ് ടു വിഡ്രോ ഫിക്സഡ് എമൗണ്ട് ഫ്രം ദർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, മന്ത്ലി ഓർ ക്വാർട്ടർലി ലൈക്ക് ദാറ്റ്. നമുക്ക് ഒരു ഫിക്സ്ഡ് ഇൻ്റർവെൽസിൽ നമുക്ക് എന്ത് ചെയ്യാം? റെഗുലറായിട്ട് ഒരു ഫണ്ട് വിഡ്രോ ചെയ്യുന്ന ഒരു രീതിയിലാണ് SWP എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ച പോലെ തന്നെ ഇതിൽ നമ്മൾ വിഡ്രോവലാണ്. നമ്മുടെ കയ്യിലൊരു കോർപ്പസ് എമൗണ്ട്, നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഇപ്പോൾ ഇവിടെ നേരത്തെ എക്സാമ്പിൾ 11,61,695 രൂപ. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ടിയിട്ടായിട്ടുള്ളൊരു ഫണ്ടിനെ ഇതിനെ ഒരുമിച്ചെടുക്കണം എന്നില്ല. നമുക്ക് ഒരുമിച്ചെടുക്കുന്നതിന് പകരം നമ്മൾ ഉദ്ദേശിക്കുന്നു 11,61,695 നമ്മുടെ എമൗണ്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു 10% ആനുവലി എടുക്കുന്ന രൂപത്തിൽ, അതായത് 1,11,000 സംതിങ് ഓക്കെ എടുക്കുന്ന ഒരു രീതിയിൽ നമുക്ക് വെക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ 1,16,000 എന്നുള്ളതിന് പകരം മാസം ഏകദേശം ഒരു 15,000 രൂപ മാസം കിട്ടുന്ന രൂപത്തിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. എല്ലാ മാസവും 15,000 രൂപ കിട്ടുന്ന രൂപത്തിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ കുട്ടിയുടെ പഠനത്തിന് മാത്രമല്ല, ആ കുട്ടിയുടെ ഭക്ഷണം, കോളേജിലെ ഹോസ്റ്റൽ ഫീസ്, അങ്ങനെ എന്തെങ്കിലും പ്ലാനിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിവെക്കാം. അപ്പോൾ ഇതാണ് SWP എന്ന് പറയുന്നത്. നമുക്ക് മറ്റതിൽ പറഞ്ഞ പോലെ SIPയുടെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വരുന്നതാണ് SWP എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് ഡിസ്ക്രിപ്ഷൻ, വിഡ്രോൾ മോഡ് ഫിക്സഡ് എമൗണ്ട് അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ്. നമുക്ക് ഒരു എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും, അത് ഫിക്സഡ് ഇൻ്റർവെൽസ്, അത് പെർ മന്ത് ആയിരിക്കാം, പെർ ക്വാർട്ടർ ആയിരിക്കാം, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത എമൗണ്ടാണ്, അതിൽ നിന്നാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. ക്യാപിറ്റൽ റിമൈൻസ് ഇൻവെസ്റ്റഡ് ആക്ച്വലി. അപ്പോൾ 11,61,695 നമ്മളൊരു വർഷം 1 ലക്ഷം എടുക്കുമ്പോൾ ബാക്കി 9 ലക്ഷത്തി സംതിങ് അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തി സംതിങ് എന്തായാലും അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി ഫണ്ടിലാണെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ മാർക്കറ്റിലാണ്. സോ കുറേ ലോങ് ടേം നോക്കുകയാണെങ്കിൽ ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ആ ഫണ്ടിനും ബാധിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടാനും സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റഡ് ദ റെസ്റ്റ് ഓഫ് ദ എമൗണ്ട് സ്റ്റേസ് ഇൻ ദ ഫണ്ട് ആൻഡ് കീപ്സ് ഗ്രോയിങ് ഫ്ലെക്സിബിൾ. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫണ്ട് ഗ്രോ ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി നമുക്ക് വരാനുള്ള എമൗണ്ട് എല്ലാ മാസം വരികയെന്നോടൊപ്പം തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യാനും കൂടിയും സഹായിക്കുന്നു എന്നുള്ളതാണ് SWPയുടെ ഒരു പ്രത്യേകത. ബെനിഫിറ്റ്സ് പറയുന്നത് SWPക്ക് റെഗുലർ ഇൻകം ഓപ്ഷനാണ്. റെഗുലർ ഇൻകം നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ യൂസ്ഫുൾ ഫോർ റിട്ടയേഴ്സ് ഓർ പീപ്പിൾ ലുക്കിംഗ് ഫോർ മന്ത്ലി ഇൻകം. അപ്പോൾ ഒരു മന്ത്ലി ഇൻകം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ് ഈ പറയുന്ന SWP. അപ്പം ഞാൻ ഇതിലൊരു എക്സാമ്പിൾ, 22ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറിയ ഒരാൾ, അയാളുടെ ശമ്പളം ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കുക. അദ്ദേഹം ഒരു 5,000 രൂപ അയാൾക്ക് ഈ 22ാമത്തെ വയസ്സിൽ വലിയ ചിലവുകളൊന്നും ഉണ്ടാവില്ല. അയാളുടെ ജോലി സംബന്ധമായ ചിലവുകൾക്കല്ലാതെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് 5,000 രൂപ മാറ്റിവെക്കാം. 5,000 രൂപ എല്ലാ മാസവും മാറ്റിവെക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 20 വർഷം അല്ലെങ്കിൽ 40 വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 40 വർഷം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വലിയൊരു എമൗണ്ടായി മാറും. അത് കോടികളാവും എമൗണ്ട്. ആ 40 വർഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ 5,000 വെച്ച് 12 മാസം തന്നെ ആകുമ്പോൾ തന്നെ 60,000 വന്നു. അപ്പോൾ 40 വരുമ്പോൾ ഏകദേശം 2,40,00,000 രൂപയുടെ അടുത്ത് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ ഈ പറയുന്ന ഈ 42 ഈ പറഞ്ഞ എമൗണ്ട് ഗ്രോ ചെയ്തിട്ടുള്ളൊരു ഫണ്ടിൻ്റെ റിട്ടേൺ വരുമ്പോൾ അതിനും കൂടും. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ റിട്ടയർമെൻറ്റ് ടൈമിൽ എടുക്കുകയാണെങ്കിൽ, റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 60 വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കത് SWP ആക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഓപ്റ്റ് ചെയ്യാം ആ സമയത്ത്. അങ്ങനെ SWP ആയിട്ട് ഓപ്റ്റ് ചെയ്യുമ്പോൾ അന്നത്തെ ഇൻഫ്ലേഷൻ, ഇന്നത്തെ റേറ്റ് ആവില്ല, അന്ന് ഇൻഫ്ലേഷൻ റേറ്റ്സ് ഒക്കെ മാറ്റം വന്ന് നമുക്ക് നല്ലൊരു ചിലവ് വന്നുണ്ടാവാം. ഏകദേശം പറയുന്നത് ഒരു 5% കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് 50,000 രൂപ ചിലവുള്ളത് ഒരു 20 വർഷം കഴിയുമ്പോഴേ ഏകദേശം ഒരു 1,30,000 രൂപയുടെ ചിലവ് വരും. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാം, ഇത്ര എമൗണ്ട് എനിക്ക് വിഡ്രോ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഫണ്ട് അതിൽ ഇപ്പം നമ്മൾ പറഞ്ഞ കോടികളുള്ള എമൗണ്ടിൽ നിന്ന് ഈ 1,30,000 എല്ലാ മാസം വിഡ്രോ ചെയ്യുകയും ബാക്കിയുള്ള എമൗണ്ട് അതിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാലൻസ് ഉള്ള ഫണ്ട് ഗ്രോ ചെയ്യുകയും നമുക്ക് റെഗുലർ ആയിട്ടുള്ളൊരു ഇൻകം
കിട്ടുന്ന ഒരവസ്ഥ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് SWPയുടെ ഒരു ഗുണം. ടാക്സ് എഫിഷ്യൻ്റ് ആണ്. നമ്മൾ ചെറിയൊരു എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ ഏത് എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോഴും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. അത് ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഉണ്ട്. ഇവിടെ ടാക്സ് എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് വളരെ സ്മോൾ എമൗണ്ട് ആയതുകൊണ്ട് അത്രയും നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ടാക്സ് സ്ലാബിനനുസരിച്ച് എന്താണോ വരുന്നത് ആ എമൗണ്ടിന് മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് FTനെ കമ്പയർ ചെയ്യുമ്പോൾ FTയുടെ റിട്ടേണിനേക്കാളും പ്രോഫിറ്റബിൾ ആയിരിക്കും. നമുക്ക് ടാക്സ് ലാഭം നമുക്ക് എടുക്കാൻ പറ്റും ഈ പറയുന്ന SWP മെത്തേഡ് വഴി നമ്മൾ വിഡ്രോവൽ വരുമ്പോൾ. പിന്നെ എന്താണ്, കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓപ്ഷൻ വെക്കാം. അത് പെർസെൻറ്റേജ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ എമൗണ്ട് ആക്കി വെക്കാം, പെർ ഡേ വെക്കാം, പെർ മന്ത് വെക്കാം, പെർ ക്വാർട്ടർ വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് SWPയുടെ ഏറ്റവും വലിയ ഗുണം. പീസ് ഓഫ് മൈൻഡ്, നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. കറക്റ്റ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് കാരണം നമുക്ക് ഒരു സമാധാനം കിട്ടും. ജീവിക്കുമ്പോൾ പണത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തേക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 10 ലക്ഷം രൂപയാണ്. നമുക്ക് ഈ പറയുന്ന വേണ്ടത് SWP വേണ്ടത് എല്ലാ മാസവും 10,000 രൂപ വെച്ചിട്ട് SWP വേണമെന്നുണ്ടെങ്കിൽ എവരി മന്ത് 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ബാലൻസുള്ള എമൗണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? ആ പറയുന്ന ഷെയർ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓവർ ടൈം യുവർ ക്യാപിറ്റൽ മേ ഡിക്രീസ് ഓർ ഇൻക്രീസ് ഓർ സ്റ്റേ സ്റ്റേബിൾ. ആ സമയത്തിൻ്റെ ഇടയിൽ, ഇപ്പോൾ ഈ 10-20 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപക്ഷെ മാർക്കറ്റ് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫണ്ട് വാല്യൂ കയറാം, മാർക്കറ്റ് ഇടിയുമ്പോൾ ഫണ്ട് വാല്യൂ ഇറങ്ങാം, മാർക്കറ്റ് സ്റ്റേബിളായി നിൽക്കുമ്പോൾ അതേപോലെ തന്നെ കെടുക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, ഈ പറഞ്ഞ വിഡ്രോവൽ റേറ്റിനും അതും എന്നിരുന്നാലും തന്നെയും നമുക്ക് കിട്ടുന്ന ഫണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മാർക്കറ്റ് കുറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഫണ്ട് വാല്യൂ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടൈം പീരീഡും കുറയുന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം പറയുന്നത്. കൂടുമ്പോൾ മാർക്കറ്റ് കയറുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ലെങ്ത്തും കൂടും, നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ടൈം പീരീഡും കയറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് മെയിനായിട്ട് റിട്ടയർമെൻറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുയോജ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പാസീവ് ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എക്സ്ട്രാ ഇൻകം, നമ്മളൊരു ആക്റ്റീവ് വർക്കർ ആണെങ്കിൽ, ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. വർക്ക് ചെയ്യാതെ അവരെ പണം വർക്ക് ചെയ്യുന്ന രീതിയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാസീവ് ഇൻകം, അഡീഷണൽ ഇൻകം കിട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷനും നമുക്കിതിൽ നിന്നുണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാഷ് ഫ്ലോ, നമ്മുടെ മാനേജിങ് ക്യാഷ് ഫ്ലോ ഫോർ എക്സ്പെൻസസ്, നമ്മുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് ഫ്ലോയ്ക്ക് ഇത് കുറേ സഹായകമാവും. അതാണ് SWPനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത് പറയുന്നത് STP ആണ്. STP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. നമ്മൾ പറഞ്ഞു ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് STP എന്ന് പറയുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പോലെ തന്നെ നമുക്ക് ആ ഫണ്ടിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് ഒരു മറ്റൊരു ഫണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതിനെയാണ് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയുന്നത്. STP സ്റ്റാൻഡ്സ് ഫോർ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ, a facility that allows you to automatically transfer or fixed amount from one mutual fund to another at regular intervals. അത് മന്ത്ലി ആയിരിക്കാം, വീക്ക്ലി ആയിരിക്കാം. അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനായിരിക്കാം അത്തരം പ്ലാനുകൾ ഇവിടെ വയ്ക്കുന്നത്? നമുക്കൊരു ഉദാഹരണം പറയാം. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വയ്ക്കുന്നതിൻ്റെ മെയിൻ റീസൺ, നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട്, ഒരു 10 lakhs നമുക്കൊരു എമൗണ്ട് കിട്ടി. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നൊരു സമയമാണ്, മാർക്കറ്റ് കയറി നിൽക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പേടി വരികയാണ്, ഈ 10 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഒറ്റയടിക്ക് ലംസം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് എൻ്റെ ഈ വാല്യൂ കുറയാം, എൻ്റെ ഫണ്ട് വാല്യൂ കുറയാം. അപ്പോൾ ഇത് നമുക്ക് SIP ആയിട്ട് ചെയ്യാനും പറ്റില്ല. ഓഫ് കോഴ്സ് ഈ 10 lakhs നമുക്ക് കയ്യിൽ എല്ലാ മാസവും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ലിക്വിഡ് ഫണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ഡെപ്റ്റ് ഫണ്ടുകളുണ്ട്. ആ ഫണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6% to 8% റിട്ടേണേ ഉള്ളൂ നമുക്ക്. അത്തരം ഫണ്ടുകൾക്ക് റിട്ടേൺ കുറവായിരിക്കും, പക്ഷേ ക്യാപിറ്റൽ പ്രിസർവേഷൻ ഉണ്ടായിരിക്കുമെന്ന് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിസർവേഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ പ്രിസർവ് ആകുന്ന ഫണ്ടുകളിൽ ഇടുന്നു. അതായത് ഈ 10 lakhs നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഓരോ മാസത്തിലോ ഈ ഫണ്ടിൻ്റെ തന്നെ, ഈ പറയുന്ന പർട്ടിക്കുലർ കമ്പനിയുടെ തന്നെ വേറൊരു ഗ്രോത്ത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് എല്ലാ മാസവും
ഒരു 50,000 വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എല്ലാ മാസവും. അപ്പോൾ 50,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ മാസവും 50,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ ഏകദേശം 6 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 6 lakhs ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെങ്കിൽ നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ SIPയിൽ കിട്ടുന്ന അതേ അഡ്വാൻറ്റേജ്, അതായത് നമുക്ക് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കാരണം ഓരോ മാർക്കറ്റ് സിറ്റുവേഷനിലും പ്രൈസ് കുറയുമ്പോഴും കൂടുമ്പോഴും നമ്മൾ വാങ്ങുന്നത് കൊണ്ട് പ്രൈസ് കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റ് കിട്ടുന്നൊരു സമയത്തിലായതുകൊണ്ട് നമുക്ക് ആവറേജ് പ്രൈസ് കുറച്ചും കൂടി ബെറ്റർ പ്രൈസിങ്ങിൽ കിട്ടും. അപ്പോൾ വലിയൊരു എമൗണ്ട് ഒരു ലംസമായിട്ട് ഇടുന്നതിനേക്കാൾ ബെറ്ററാക്കി നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിനെ ഉപയോഗിക്കാം. ഇതെപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പോൾ മാർക്കറ്റ് അപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാർക്കറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. ഇൻ കേസ് നമുക്കൊരു ഡൗട്ട് തോന്നുകയാണ് ഇത് എപ്പോൾ വേണമെങ്കിൽ ഡൗൺ ആവാം, മാർക്കറ്റിൻ്റെ വരുന്ന വോളറ്റൈലിറ്റിയാണ് നമുക്കിതിനെ അഡ്വാൻറ്റേജ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് വോളറ്റൈൽ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് റെഗുലറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്ന മെത്തേഡ് നോക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ഉപയോഗിക്കുന്നത്? വൈ യൂസ് STP? ലംസം എമൗണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, യു വാണ്ട് ടു റെഡ്യൂസ് മാർക്കറ്റ് ടൈമിംഗ് റിസ്ക്. നമുക്ക് ഒരു മാർക്കറ്റ് ടൈമിങ്ങിൻ്റെ റിസ്ക്, നേരത്തെ സംസാരിച്ചതുപോലുള്ള റിസ്ക് ഒഴിവാക്കാൻ, പിന്നെ ഗ്രാജുവലി മൂവ് ഫണ്ട്സ് ഫ്രം ലോ റിസ്ക് ഫണ്ട് ടു ഹൈ റിട്ടേൺ ഫണ്ട്. ഒരു ലോ റിസ്ക് ഫണ്ടിൽ നിന്ന് ഒരു ഹൈ റിട്ടേൺ ഫണ്ടിലേക്ക് നമുക്ക് ഒരു എമൗണ്ട് ഗ്രാജുവലി മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഫ്രം ഫണ്ട് ടു ഫണ്ട്, ഫ്രീക്വൻസി എമൗണ്ട്, ലിക്വിഡ്, അൾട്രാ ഷോർട്ട് ടേം ഫണ്ട്, ഇക്വിറ്റി ഫണ്ട്, വീക്കിലി 10,000. ലൈക്ക് നമ്മളൊരു ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ അൾട്രാ ഷോർട്ട് ടേം ഫണ്ടിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റെഗുലറായിട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന രീതി വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ഉദാഹരണത്തിന് നമ്മൾ 5 ലക്ഷം രൂപ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും ആൻഡ് സെറ്റ് ആൻ STP ഓഫ് 25,000 പെർ മന്ത് ടു എൻ ഇക്വിറ്റി ഫണ്ട്. ഒരു 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ അവർ പറയുന്നു. 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം 3 ലക്ഷം രൂപ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ റുപ്പി കോസ്റ്റ് ആവറേജിങ് ആണ്, പീസ് ഓഫ് മൈൻഡ് ആണ്, ഐഡിൽ ഫണ്ട്സ് സ്റ്റേ ഇൻവെസ്റ്റഡ്, കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസിൽ നമ്മൾ കിടക്കുകയാണ്. ഒരൊറ്റടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിണ്ടാതിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. റെഗുലറായിട്ട് ചെയ്യാനും പറ്റും. അത് കുറച്ചും കൂടി ഫീസിബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈപ്സ് ഓഫ് STP. STP 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് ഒരു ഫിക്സഡ് STP എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എമൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് റെഗുലർലി ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഫിക്സഡ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ STP ട്രാൻസ്ഫർ ഓൺലി റിട്ടേൺസ്, അതിൻ്റെ നമുക്ക് ലിക്വിഡ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന ഇൻട്രസ്റ്റ് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ വരുന്ന റിട്ടേൺ മാത്രം നമുക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി, ബാക്കി ക്യാപിറ്റലൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയും ചെയ്യാം നമുക്ക്. ഓക്കെ, റൈറ്റ്. ഇത് കൂടുതലും അനുയോജ്യമാകുന്നത് NRI ഇൻവെസ്റ്റേഴ്സിനും റെസിഡൻസ് വിത്ത് ലംസം ക്യാഷ് വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റി. NRI ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. NRI ഇൻവെസ്റ്റേഴ്സിനാണ് കൂടുതൽ ഗുണകരമാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലംസം എമൗണ്ട് ഡയറക്റ്റ് ഇക്വിറ്റി മാർക്കറ്റിൽ ഇടണ്ട, പകരം ഒരു ലംസം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലിക്വിഡ് ഫണ്ടിലിട്ട് അതിൻ്റെ റിസ്ക് ഒന്ന് കുറച്ചുകൊണ്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡിലേക്ക് പോകാൻ പറ്റും. പ്ലാനിങ് ഫോർ ലോങ് ടേം ഗോൾസ്, ഒരു കൂടുതൽ ലോങ് ടേമിലേക്ക് ഒരു ഗോൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് എക്സ്പെൻസ് റേഷ്യോ ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. എന്താണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്? മ്യൂച്വൽ ഫണ്ടിൽ എന്തായാലും ഒരു എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലേ? എങ്ങനെയൊക്കെയാണ് എക്സ്പെൻസ് വരുന്നത്? ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതിനൊരു അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ AMC ചാർജ് വരുന്നുണ്ട്, അതിൻ്റെ ഈ പറയുന്ന ഫണ്ട് മാനേജേഴ്സ് അത് ഫണ്ട് പ്രോപ്പറായിട്ട് ഇക്വിറ്റീസിൽ അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ സ്കിൽ ഉപയോഗിക്കുന്നതിന് അവർക്കൊരു ചാർജസ് വരുന്നുണ്ട്, ഫണ്ട് മാനേജേഴ്സ് ചാർജസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചാർജസുകളാണ് മ്യൂച്വൽ ഫണ്ടിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ട് മാനേജേഴ്സ് സാലറി, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഇതാണ് മെയിനായിട്ട് എക്സ്പെൻസസ് റേഷ്യോസിൽ വരുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻസസ് ഓഫ് ദ ഫണ്ട് ബൈ ടോട്ടൽ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് ഇൻറ്റു 100. ഇതാണ് എക്സ്പെൻസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഒരു ഉദാഹരണത്തിന് പറയുന്നത് 1 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ 1.5 എക്സ്പെൻസ് റേഷ്യോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ ആനുവൽ ചാർജസ് എന്ന് പറയുന്നത് 1,500 രൂപയാണ്.
ഓക്കെ, 1,00,000 രൂപ നമ്മുടെ കയ്യിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടെങ്കിൽ 1.5% ആണ് നമുക്ക് ആനുവലി ചാർജസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജസ് വരുന്നത് 1,500 ആണ്. അപ്പോൾ ബാലൻസ് നമ്മൾ റിട്ടേൺ വരുന്നത് 10.5%, 12% റിട്ടേൺ ഉള്ളൊരു സംഭവമാണെങ്കിൽ എക്സ്പെൻസ് കഴിച്ച് നമുക്ക് കയ്യിൽ കിട്ടാൻ പോകുന്നത് 10.5% ആയിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 5 lakhs rupees ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരാൾക്ക് 1% ആണ് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്നെങ്കിൽ അയാൾ ഫണ്ട് വാല്യൂ കഴിഞ്ഞ്, അത് നമ്മളിപ്പോഴും ഇതിൽ NAV അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ടുള്ളൊരു NAV ആയിരിക്കും നമുക്കത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് ചാർജ് മൈനസ് ചെയ്തിട്ടുള്ളൊരു ഇതിലായിരിക്കും വരും. പിന്നെ വരുന്നതാണ് എക്സിറ്റ് ലോഡ്. എക്സിറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ ചില ഫണ്ടുകൾക്ക് എക്സിറ്റ് ലോഡ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം മുമ്പേ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഫണ്ട് ഒരു വർഷം മുമ്പ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇത്ര ശതമാനം എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ എഴുതും. ചിലപ്പോൾ അത് 1% ആയിരിക്കാം, ചിലപ്പോൾ അത് ഒരു 0.5% ആയിരിക്കാം. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സിറ്റ് ലോഡ് ഉണ്ടാവുകയുമില്ല. എക്സിറ്റ് ലോഡ് ഈസ് എ ഫീ ചാർജ്ഡ് വെൻ യു റിഡീം യുവർ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ബിഫോർ എ സ്പെസിഫിക് പീരിയഡ്, ടിപ്പിക്കലി ഡിസ്കറേജ് ഏർലി വിത്ഡ്രോൾസ്. കൂടുതൽ മുമ്പേ വിഡ്രോ ചെയ്യുന്ന അതിനാണ് എക്സിറ്റ് ലോഡ് വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ 100,000 ഇൻ എൻ ഇക്വിറ്റി ഫണ്ട്. ഇക്വിറ്റി ഫണ്ടിൽ 1,00,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ 8 മാസത്തിന് ശേഷം അവർ വിഡ്രോ ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 1% എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതായത് 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് എക്സിറ്റ് ലോഡ് 1,000 രൂപ, 99,000 രൂപയായിരിക്കും അയാൾക്ക് കിട്ടുക. മാർക്കറ്റ് വാല്യൂ അല്ല പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ. ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ അത് 2,00,000 രൂപയായിരുന്നുണ്ടെങ്കിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 2,00,000 രൂപയാണെങ്കിൽ അതിൻ്റെ 1% എന്ന് പറയുമ്പോൾ എക്സിറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 2,000 രൂപ വരും. അപ്പോൾ 1,98,000 രൂപയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് ഒരു വർഷത്തിന് മുമ്പേ പിൻവലിക്കുകയാണെങ്കിൽ, ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ 0 ചാർജസ്. എന്താണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്? അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് AUM നമ്മൾ എപ്പോഴും പറയുന്ന നമ്മുടെ AUM എങ്ങനെയാണെന്ന് ചോദിക്കും. നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ എത്രയുണ്ട്, പ്രോഫിറ്റ്സ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ്, ഇതൊക്കെ കൂടിയതാണ് AUM. അതായത് 1,00,000 ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലുണ്ടെന്ന് വിചാരിക്കുക. അവർ ഓരോരുത്തരും 10,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ AUM എന്ന് പറയുന്നത് 1,00,000 ഇൻറ്റു 10,000, 100 കോടിയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് AUM എന്ന് പറയുന്നത്. ഇൻ കേസ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവർ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഫണ്ട് വാല്യൂ 100 കോടി എന്നുള്ളത് 200 കോടിയായി എന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ അപ്രീസിയേഷൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ AUM എന്ന് പറയുന്നത് 200 കോടിയാണ്. അത് 300 എന്ന് വിചാരിക്കുക. അപ്പോൾ AUM എന്നുള്ളത് 300. വീണ്ടും ഇൻവെസ്റ്റേഴ്സ് കയറി, വീണ്ടും 2,00,000 ഇൻവെസ്റ്റേഴ്സ് കയറി എന്ന് വിചാരിക്കുക. പുതിയ ഇൻവെസ്റ്റേഴ്സ് കയറിയുമ്പോൾ അതും ഇൻറ്റു 10,000 എന്ന് പറയുമ്പോൾ 200 കോടി വീണ്ടും കയറുകയാണ്. അപ്പോൾ ഈ 300 കോടി എന്നുള്ളത് എന്തായി? 500 കോടി AUM. അങ്ങനെയാണ് ഓരോ ഫണ്ടിൻ്റെയും AUM വർദ്ധിച്ചു വരുന്നത്. പല ഫണ്ടുകൾക്കും 10, 4,00,000 കോടി AUM ഉള്ള പല ഫണ്ടുകളുണ്ട് ഇന്ന് മാർക്കറ്റിൽ. അപ്പോൾ അത് എങ്ങനെ കയറി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ പർട്ടിക്കുലർ ഫണ്ടിലേക്കുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ AUM വർദ്ധിക്കും. അത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ചെയ്യുമ്പോൾ അതിനനുസൃതമായ വർധനവും AUM ഉണ്ടാവും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും റീഇൻവെസ്റ്റ് ചെയ്തിട്ടും ഇതിൻ്റെ AUM വർദ്ധിക്കും. ഓക്കെ, ഇതാണ് AUM കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് AUM കൂടുന്ന കമ്പനികൾ സാധാരണ മിത്സാണ്. റിയാലിറ്റി ഹയർ AUM ബെറ്റർ റിട്ടേൺസ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ AUM ഉള്ള കമ്പനികളാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് വരിക എന്നുള്ളതല്ല. AUM കൂടാനായിട്ട് ചിലപ്പോൾ പല കാര്യങ്ങളും ഫാക്ടേഴ്സ് ഉണ്ടാവാം. നമുക്ക് ഓരോരുത്തരൊക്കെ വിശ്വാസം ഒരു ബാങ്കിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള ഇപ്പോൾ ICICIയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാവാം, HDFCയുടെ ആകുമ്പോൾ കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാവാം. അങ്ങനെ ഓരോ
അപ്പോൾ അതുകൊണ്ട് പെർഫോം ചെയ്യണം എന്നില്ല. കൂടുതൽ AUM ആയതുകൊണ്ട് പെർഫോം ചെയ്യണം എന്നില്ല. പെർഫോമൻസും AUMൻ്റെ എമൗണ്ടും തമ്മിൽ എന്താണ് ഒരു ബന്ധവും വരുന്നില്ല. അത് എപ്പോഴും ബന്ധം വരുന്നത് ഫണ്ട് മാനേജർ ക്വാളിറ്റി ഇറ്റ്സ് മോർ. ആളുടെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ആ ഫണ്ട് മാനേജർ എങ്ങനെയായിരുന്നു ഇപ്പോഴുള്ളത്, ഇതൊക്കെ തന്നെയാണ് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് AUM ഉള്ളൂ അതുകൊണ്ട് പുവർ ഫണ്ടാണെന്നുള്ളൊരു ധാരണയും വേണ്ട. അതാണ് ഇതിൽ AUMനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി റിസ്കോമീറ്റർ ആണ്. റിസ്കോമീറ്റർ എന്ന് പറയുന്നത്, റിസ്കോമീറ്റർ ഈസ് എ വിഷ്വൽ ടൂൾ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ SEBI ടു ഷോ ദ ലെവൽ ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് മ്യൂച്വൽ ഫണ്ട് സ്കീം. മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിസ്കിൻ്റെ ഒരു അളവ് മെൻഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു വിഷ്വൽ ടൂളാണ് റിസ്കോമീറ്റർ. ഇറ്റ് ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് മാച്ച് ദ റിസ്ക് അപ്പിറ്റേറ്റ് വിത്ത് ഫണ്ട്സ് പ്രൊഫൈൽ. ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാനും അതിന് ഫണ്ട് പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രത്തോളം അത് റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പറയാം, റിസ്ക് ലെവൽ ഡിസ്ക്രിപ്ഷൻ സ്യൂട്ടബിൾ ഫോർ ലോ ഓൾമോസ്റ്റ് നോ വൊളറ്റാലിറ്റി. ഇങ്ങനെയാണ് പറയുന്നത്, ലോ അല്ലെങ്കിൽ നോ വൊളറ്റാലിറ്റി. വൊളറ്റാലിറ്റി എന്ന് പറയുമ്പോൾ അതാണ് റിസ്ക്. അത് മാർക്കറ്റിലെ വരുന്ന വേരിയൻസസിനെയാണ് ഈ വൊളറ്റാലിറ്റി എന്ന് പറയുന്നത്. ലോ വൊളറ്റാലിറ്റി ഓർ നോ വൊളറ്റാലിറ്റി. സ്റ്റേബിൾ റിട്ടേൺസ് വെരി കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സിന് പറ്റുന്നതായിരിക്കും. സ്റ്റേബിൾ റിട്ടേൺ ആയിരിക്കും ഈ ലോ അല്ലെങ്കിൽ വോളറ്റാലിറ്റി കുറഞ്ഞ എന്ന് പറയുന്നത്. ലോ ടു മോഡറേറ്റ് എന്ന് പറയുന്നത് സ്ലൈറ്റ് റിസ്ക് ആയിരിക്കും, ചെറിയ റിസ്ക് ഉണ്ടായിരിക്കും. ലോ ടു മോഡറേറ്റ് വോളറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, സ്ലൈറ്റർ റിസ്ക് ആയിരിക്കും, ചെറിയ റിസ്ക് ഉണ്ടായിരിക്കും. മെയിൻലി ഡെപ്റ്റ് ഓറിയൻറ്റഡ് ഫണ്ടുകളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിഫറൻസ് കൊണ്ടും ഒക്കെ വരുന്നതുകൊണ്ട് സ്ലൈറ്റ് റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇനി മോഡറേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം വരികയാണെങ്കിൽ ബാലൻസ്ഡ് റിസ്ക് റിട്ടേൺ ബാലൻസ്ഡ് ആയിരിക്കും. മോഡറേറ്റ് എന്ന് പറയുന്ന ഇത് വരുമ്പോൾ ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് അത് ഗുണകരമായിരിക്കും. ബാലൻസ്ഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കുറച്ചുകൂടി കാലം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് അത് ഓപ്റ്റ് ചെയ്യേണ്ടത് ഇത് വരുന്നത്. അപ്പോൾ മോഡറേറ്റ്ലി ഹൈ എന്ന് പറയുമ്പോൾ കൂടുതൽ എക്സ്പോഷർ വരുന്നത് മോർ ഓൺ ഇക്വിറ്റി. സം വോളറ്റൈൽ ഇൻവെസ്റ്റേഴ്സ് വിത്ത് 5 year ഹൊറിസോൺ. 5 year ഹൊറിസോണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന മോഡറേറ്റ്ലി ഹൈ എന്ന് പറയുന്ന ആ ടൂള് വെച്ചിട്ട് പറയുമ്പോൾ ഇത്രയും റിസ്ക് ഉണ്ടെന്നാണ്. മോഡറേറ്റ്ലി ഹൈ ആണെന്ന് പറയുമ്പോൾ ഒരു 5+ years ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ ഇക്വിറ്റിയിലായിരിക്കും അതിൻ്റെ എക്സ്പോഷർ വരുന്നത്. ഹൈ എന്ന് പറയുകയാണെങ്കിൽ ഹൈ ഓൺ ഇക്വിറ്റി എക്സ്പോഷർ, ഫ്ലക്ച്വേറ്റിംഗ് NAV, aggressive investors, very high or small cap thematic funds, high risking, ഇതൊക്കെ ഇതാണ് വരുന്നത്. അതായത് ഹൈ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മേജർ പോർഷൻ, ഒരു 80% പോർഷൻ ഇക്വിറ്റിയിലായിരിക്കും. മാത്രമല്ല മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് NAV നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ആവുകയും മാത്രമല്ല ഇത് കൂടുതലും സെക്ടറുകളിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. തിമാറ്റിക് ഫണ്ട് പോലുള്ള ഒക്കെ ഉദാഹരണങ്ങളാണ് അതിന് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അത്തരം സെക്ടറുകളിലാവുമ്പോൾ ആ സെക്ടറിലെ വീഴ്ച പോലും നമുക്ക് ഇതിനെ ബാധിക്കും. സെക്ടറുകൾ നന്നായിട്ട് ഉണർവ് വരികയാണെങ്കിൽ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യും. അത്രയും ഹൈ റിസ്ക് ആയിട്ടുള്ളതിൽ അപ്പോൾ അതിനാണ് ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ റിസ്കോമീറ്റർ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈ റിസ്കോമീറ്റർ മാറ്റേഴ്സ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്തിനാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, ഇത് എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ടാണ്. ഇപ്പം നമുക്കൊരു 10 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു പ്ലാൻ ആണെങ്കിൽ റിസ്കോമീറ്റർ നോക്കിയത് ഹൈ ആണോ, മോഡറേറ്റർലി ഹൈ ആണോ, അല്ലെങ്കിൽ മോഡറേറ്റ് ആണോ, അല്ലെങ്കിൽ ലോ വോളറ്റാലിറ്റി ആണോ എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലോ വോളറ്റാലിറ്റിയിൽ കുറേ 10 വർഷം കൊണ്ടിട്ട് കഴിഞ്ഞ് നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ചെയ്യുക മാത്രമല്ല നമുക്കൊരു റിട്ടേണും ഇൻകവും വരില്ല. അപ്പോൾ നമ്മൾ റിസ്ക് കുറഞ്ഞൊരു ഫണ്ട്, ഏറ്റവും റിസ്ക് കുറഞ്ഞൊരു ഫണ്ട് ഒരു 10-20 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാണ് വരുന്നത്. കാരണം നമുക്കൊരു ഇൻകം പറയുകയാണെങ്കിൽ ഒരു 6% തൊട്ട് 8% വരുള്ളൂ. അപ്പം നോ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ നോ വോളറ്റാലിറ്റി എന്ന് പറയുമ്പോൾ അത്തരം ഫണ്ട് ഉപയോഗിക്കുന്നത് വെരി ഷോർട്ട് ടേം പീരീഡിലുള്ള ആളുകൾക്കാണ്. ഓക്കെ, അപ്പോൾ അത് കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം അല്ലെങ്കിൽ അവർക്ക് റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് കിട്ടേണ്ട എമൗണ്ടോ
മാത്രമാണ് ഈ പറയുന്ന ലോ വോളറ്റാലിറ്റി എന്ന് പറയുന്ന നോ വോളറ്റാലിറ്റി ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നമ്മൾ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിന് എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ അലൈൻ ഫണ്ട് റിസ്ക് വിത്ത് യുവർ ഫിനാൻഷ്യൽ ഗോൾ ആൻഡ് ടൈം ഹൊറിസോൺ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റിസ്ക്കും നമ്മുടെ ഗോളും തമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വാങ്ങണമെന്നുള്ളതാണ് എൻ്റെ ഗോളെങ്കിൽ, അപ്പോൾ 10 വർഷത്തേക്ക് ഞാൻ ആ ഫണ്ട് തൊടാൻ പോകുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഒരു മോഡറേറ്റ്ലി ഹൈ ആയിട്ടുള്ള ഒരു ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന പെർഫോമൻസ് നമ്മുടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ചെയ്യുന്നതിനൊക്കെ ഗുണം ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അവോയ്ഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ഹൈ റിസ്ക് ഫണ്ട്സ് ഇഫ് യു നീഡ് മണി ഇൻ ഷോർട്ട് ടേം. നമുക്ക് ഹൈ റിസ്ക് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പണം, പെട്ടെന്ന് വേണ്ട പണം നമ്മളൊരിക്കലും എന്ത് ചെയ്യില്ല, ഹൈ റിസ്ക് ഫണ്ടുകളിൽ കൊണ്ടുപോയി ഇടില്ല. ഇതാണ് അതിൻ്റെ ഗുണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന, അതായത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടേമുകൾ: SIP, SWP, STP, അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ, എക്സിറ്റ് ലോഡ്, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, റിസ്കോമീറ്റർ.